കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടെക് ന്യൂസോ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ആയിട്ടൊന്നുമല്ല, പക്ഷേ വളരെ പ്രശസ്തമായിട്ടുള്ള 2 ബ്രാൻഡുകൾ റിലേറ്റ് ആവുന്ന ഒരു ഫണ്ണി ന്യൂസ് ആയിട്ടാണ്. ആക്ച്വലി ഇത് വെറുതെ ഉള്ളൊരു ന്യൂസ് അല്ല, സംഭവം യാഥാർത്ഥ്യമാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആപ്പിളിനെ വാവെ തേച്ചൊട്ടിച്ചു. സംഭവം എന്താണെന്നറിയോ? ആപ്പിളിൻ്റെ 10s ലോഞ്ചിൻ്റെ സമയത്ത് ഹുവാവെ നന്നായിട്ട് അങ്ങ് മാർക്കറ്റിംഗ് ചെയ്തു. എന്താണെന്ന് പറഞ്ഞുതരാം. ആപ്പിൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് അല്ലേ? എത്ര കഴിഞ്ഞാലും ആ ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പുതിയ പുതിയ ഫോണിൽ വരുന്ന ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഇതൊക്കെ എപ്പോഴും എല്ലാ പ്രാവശ്യവും ചർച്ചയാവാറുണ്ട്. ആളുകൾ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഈ ഓരോ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അത് കൈക്കലാക്കാൻ വേണ്ടി നിൽക്കുന്നത്. രാത്രിയും പകലും ഇല്ല, ഉറക്കവും ഭക്ഷണവും വെള്ളവും ഒന്നും ആവശ്യമില്ലാണ്ട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഈ ഒരു ഏത് മോഡലാണോ ആ ഒരു മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 10s ലോഞ്ച് വേദിയാണ് സംഭവം. അതായത് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഹുവാവെ മാർക്കറ്റിംഗ് ചെയ്തു. ഓരോ ലോഞ്ചിനും ഓരോ ആൻഡ്രോയിഡ് ഫോണിൻ്റെ കമ്പനികൾ ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് സാംസങ് ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വാവയാണെന്ന് മാത്രം. ലണ്ടനിലും സിംഗപ്പൂരിലും സംഭവമുണ്ട്. ആദ്യം നമുക്ക് സിംഗപ്പൂരിലെ സംഭവം പറയാം. സിംഗപ്പൂരിൽ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ആ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും വല്ല സമരം നടക്കുകയാണ്. കാരണം അങ്ങനെയാണ് ആൾക്കാർ നിലത്തൊക്കെ ഇരുന്നും കിടന്നും ഒക്കെ കാത്തിരിക്കുകയാണ് ഫസ്റ്റ് ഫോൺ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മുടെ ഹുവാവെ എല്ലാവർക്കും പവർ ബാങ്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 4000 mAh അല്ല, 10,000 mAh ഹുവാവയുടെ പവർ ബാങ്കാണ് ആപ്പിൾ ഫോൺ വാങ്ങാൻ ക്യൂ നിന്നവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യു വിൽ നീഡ് ഇറ്റ് ബിക്കോസ് ആപ്പിൾ ഡോണ്ട് ഹാവ് ബാറ്ററി ലൈഫ് എന്ന്. അതായത് ആപ്പിളിൻ്റെ ബാറ്ററിനെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യാറുള്ള കാര്യമാണ്. മറ്റേ ആൻഡ്രോയിഡ് ഫോൺസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ബാറ്ററിയിൽ കുറച്ച് വീക്ക് പെർഫോമൻസസ് ആണ്, അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കുറച്ചുകൂടി കുറവാണ് ആപ്പിളിൻ്റെ. ഈ ഒരു സമയത്ത് വളരെ ആപ്റ്റായിട്ടൊരു ഫണ്ണി രീതിയിലാണ് ഹുവാവെ മാർക്കറ്റിംഗ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 200 പവർ ബാങ്ക് പോയി എന്നേ ഉള്ളൂ, പക്ഷെ അത്രയും ആൾക്കാരിലേക്ക് ഒരു ഫണ്ണി വേയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹുവാവയ്ക്ക് സാധിച്ചു. ഇനി സെക്കൻഡ് സംഭവം നടക്കുന്നത് നമ്മുടെ ലണ്ടനിലാണ്. ലണ്ടനിൽ ഇതുപോലെ തന്നെ ക്യൂ നിന്ന് ആൾക്കാരിങ്ങനെ ഫോൺ സ്വന്തമാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ആപ്പിൾ ഫോണിന് വേണ്ടി കാത്തിരുന്നവരുടെ മുന്നിലേക്ക് ഹുവാവയുടെ ഒരു വാൻ വരികയാണ്. നല്ല ബ്ലാക്ക് കളർ വാനിൽ ക്യാച്ചി ആയിട്ട് കുറച്ച് ലൈൻസ് ചെയ്തിട്ടുണ്ട്, നോ ട്രേസസ് ഓഫ് ആപ്പിൾ. അതേപോലെ തന്നെ ഹുവാവെ ജ്യൂസ് ദാറ്റ് ലാസ്റ്റ്. അതായത് ബാറ്ററി തന്നെയാണ് ഇവിടെയും അവർ ക്യാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ക്യാപ്ഷൻ, ഭയങ്കര നമുക്ക് പെട്ടെന്ന് കണ്ണുടക്കുന്ന ചിന്തിക്കാനുള്ളൊരു ക്യാപ്ഷനായിട്ട് വന്നിരിക്കുക. ആ വാനിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, റിയൽ ജ്യൂസും അവിടെ ആപ്പിളിന് വേണ്ടി ക്യൂ നിന്നവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ കൂടിയാണ്. നമ്മുടെ ആപ്പിളിൻ്റെ ഫോണുകൾ, അവരുടെ കയ്യിലുള്ള ഫോണുകളൊക്കെ ചാർജ് തീരുന്ന സമയത്ത് കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷനും കൂടിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഈ 2 രീതിയിലും ഹുവാവെ ശരിക്കും ഒരു വലിയ തരംഗം അല്ലെങ്കിൽ വലിയൊരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആപ്പിളിനെ വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. ആപ്പിളിൻ്റെ ചിലവിൽ ഹുവാവെ ഗോൾ അടിച്ചെങ്കിലും ആപ്പിൾ അതിൻ്റെ യുണീക്ക് രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ബിക്കോസ് ഇതിലും വലിയ കളികൾ, ഇതിലും വലിയ മാർക്കറ്റിംഗ് രീതികളൊക്കെ മറ്റ് പല ആൻഡ്രോയിഡ് ഫോൺസും ചെയ്തപ്പോഴും ആപ്പിൾ പിടിച്ചു നിന്നിട്ടുണ്ട്. സോ ഇനി നമുക്കറിയാവുന്നൊരു കാര്യമാണ്, വാവെ ആപ്പിളും തമ്മിലുള്ള മത്സരം പറയുകയാണെങ്കിൽ സാംസങ് ഫസ്റ്റ് പൊസിഷനിൽ, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറേഴ്സിൽ ഫസ്റ്റ് പൊസിഷനിൽ സാംസങ് നിൽക്കുമ്പോൾ ആപ്പിളിനെ ചവിട്ടിയിട്ടാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് ഹുവാവെ കയറി വന്നത്. ഇപ്പോൾ 3rd പൊസിഷനിലാണ് ആപ്പിൾ ഉള്ളത്. അപ്പോൾ ഹുവാവെ എല്ലാം കൽപ്പിച്ചിട്ട് തന്നെയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ അവരുടെ പുതിയ ഓരോ ഫോൺസ് മോഡൽസ് ഇറങ്ങുമ്പോൾ ലോഞ്ചിനും മാർക്കറ്റിങ്ങിനൊക്കെ അവർ അത്രയും എക്സ്പെൻസും അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിവേയ്സ്, ഇതൊരു ഫണ്ണി ന്യൂസ് ആയതുകൊണ്ടാണ് തന്നത്. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഗൂഗിളിലൊക്കെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണും. അപ്പം എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു പണിയാണ് ആപ്പിളിന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഹുവാവെ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആപ്പിൾ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ടെക് മലയാളത്തിൽ കാണാം. അതുവരെ ബൈ.